എടി ഞാൻ പൈനാപ്പിൾ നോക്കാൻ വന്നേക്കോ, ഞാൻ ഇപ്പൊ വരാം, ഇപ്പൊ വരാം. വരണേ. എത്ര നേരം ഞാൻ ഇവിടെ കാത്തിരിക്കുന്നറിയോ? എന്റെ ചക്കരയല്ലേ, ഒരു 15 മിനിറ്റ് പ്ലീസ്, ഞാൻ ഇപ്പൊ വരാം, ഇപ്പൊ വരാം. കുറച്ച് കഴിഞ്ഞ് ഞാൻ എന്റെ പാട് നോക്കി പോകും. പോലെ നിനക്ക് ഞാൻ ഒരു പൈനാപ്പിൾ ഒടിച്ചുകൊണ്ട് തരാമെന്ന് ഓർത്താന്ന്, വേണ്ടെങ്കിൽ വേണ്ട. ആ ശരി. സോറി സോറി സോറി, ഞാൻ ഇച്ചിരി ലേറ്റ് ആയിപ്പോയി. ഞാൻ ഒന്നും പറയുന്നില്ല. നിന്റെ പണ്ടുള്ള സ്വഭാവം മനുഷ്യനെ ഇങ്ങനെ നിർത്തി പോസ്റ്റ് ആക്കുന്നത്. നിന്നെ ഞാൻ അവിടെ നിർത്തി പോസ്റ്റ് ആക്കിയതില്ല. പൈനാപ്പിൾ പറിക്കാൻ നമ്മളെ ആ കുടിയിലെ ഉടമസ്ഥൻ അവിടെ വന്നായിരുന്നു. അപ്പൊ ഞാൻ അവിടെ ഒളിച്ചിരിക്കായിരുന്നു. അപ്പൊ ആ പുള്ളി പോട്ടേന്ന് ഓർന്നു. അപ്പൊ ആ പുള്ളി പോയി കഴിഞ്ഞപ്പോ ഞാൻ ലൈറ്റ് ആയി. ഇത് തന്നെ പ്രശ്നം. ഏത് തന്നെ പ്രശ്നം? അയലോക്കത്തെ ചേച്ചി വീട്ടിൽ വന്നപ്പോഴേ ജ്യൂസ് അടിക്കാനായിട്ട് ഞാൻ പൈനാപ്പിൾ അടിക്കാനായിട്ട് വന്നാ, അതാണ് ഇത്ര ലേറ്റ് ആയി. ഞാനിങ്ങനെ എന്റെ സമയം കളഞ്ഞ് കരുതി നിന്റെ പുറകെ ഇങ്ങനെ നടക്കാം. നീ ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ. നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു തുടങ്ങിയിട്ട് 3 വർഷമായില്ലേടി. പിന്നെ എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടായി, സോറി. പിന്നെ ഇന്നലെ പോയി ഇന്റർവ്യൂ എന്തായി? ഓ അതോ, അത് ഈ പ്രാവശ്യം ചീറ്റി പോയി. എന്ത് പറയാനാ, HR ഡിപ്പാർട്ട്മെന്റ് തന്നെ ശരിയല്ല. അതെനിക്ക് കിട്ടിയില്ല. എങ്ങനെ ശരിയാവും? ഞാനൊരു 3-4 സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട്. ഹെർബലി കൊടുത്തിട്ടുണ്ട്, സിന്തേറ്റ് കൊടുത്തിട്ടുണ്ട്, റിപ്പൾസി കൊടുത്തിട്ടുണ്ട്. വിളിക്കണ്ടേ? ഒരു ജോലി പോലും ഇല്ലാതെ നീ എന്റെ അച്ഛൻ്റെ അടുത്ത് നീ കാര്യം എങ്ങനെ സംസാരിക്കും? അതോ, അത് നിന്റെ അച്ഛനോട് വന്ന് സംസാരിക്കുന്നല്ലേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? എന്തോന്ന് പറയും? അല്ലെങ്കിൽ ശരിയല്ല. നീ എന്താ പറയണ അച്ഛനോട്? അച്ഛന്റെ പെൻഷൻ കാശ് വെച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടി ജീവിച്ചോളാം. അല്ലെങ്കിൽ ശരിയാലോ. നീ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ റെഡി കേട്ടോ. പോടാ വേണ്ടി ഇത് പറഞ്ഞോണ്ട് നീ അങ്ങോട്ട് ചെല്ല്. നീ ഇതിനെ ഇടിച്ച് പഴിപ്പിക്കും.